ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങളിന്ന് പുറത്ത് പോകാൻ നിൽക്കുവാണ്. ഞങ്ങൾ അവിടെ നിന്നുള്ള വീഡിയോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്ഥലം എവിടെയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, വഴിയെ പറയാം. പിന്നെ കാറിൽ പോയതുകൊണ്ട് തന്നെ വലിയ ടാൻ അടിക്കേണ്ട ഇതൊന്നും വന്നിട്ടില്ല. കാരണം റോഡ് കൂടെ പോകുമ്പോൾ അത്യാവശ്യം ടാൻ അടിക്കാനുള്ള വഴിയുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മയും വല്യമ്മയും പിന്നെ മാമനും അവരുടെ ഫാമിലി അങ്ങനെയാണ് പോയത്. പിന്നെ എവിടെയാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല, അതെന്തായാലും പറയാം. പിന്നെ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും എൻ്റെ അനിയന് എൻ്റെ ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ പോകണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവിടെ നിർത്തി. അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്, ഹായ് കാണിക്കുന്നുണ്ട്. അവിടെ എൻ്റെ അനിയത്തി അവളുടെ യൂട്യൂബ് ചാനലിടാനായിട്ട് വീഡിയോസ് അവിടെ നിന്നും എടുക്കണമാണ്. എന്തായാലും ഇറങ്ങിയ സ്ഥലത്ത് ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വെയിലും കൊണ്ട് പോണ വഴിക്ക് എൻ്റെ പഴയ സ്കൂള് എന്ന് പറയുമ്പോൾ ഞാൻ 3rd സ്റ്റാൻഡേർഡ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഈ വഴിയൂടെ പോകുന്നത്. എന്തായാലും അവിടെ ഒന്ന് കാണാൻ പറ്റി, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. പിന്നെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ എത്തിയപ്പോഴുള്ള കാഴ്ചയാണിത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് സൺഡേ കൂടെ ആയിരുന്നു. അപ്പോൾ സ്ഥലം വന്നിട്ട് കടമ്പുവാണ്. കറക്റ്റ് ലൊക്കേഷൻ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. എനിവേ, നല്ലൊരു സ്പോട്ടാണ്. അത്യാവശ്യം ആൾക്കാരും ഇപ്പോൾ ഉണ്ട്. പണ്ട് ഇത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ ആൾക്കാരുണ്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് ചുമ്മാ ഇരിക്കത്തൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, കുറേ വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയെന്ന് വെച്ചാൽ പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ഇതെൻ്റെ മാമൻ പറയാണ് എനിക്ക് ഏജ് കുറവാണ്, ഞാൻ ചേട്ടനെന്ന് വിളിക്കണമെന്ന്. പിന്നെ പാവമല്ലേന്ന് കരുതി ഞാൻ ചേട്ടാന്നൊക്കെ വിളിച്ച്. പിന്നെ പിള്ളേർ അവിടെ കിടന്ന് കളിയായി. മലയല്ലല്ലോ, എന്തോ ഒരു സാധനം അവിടെ കയറി കളിക്കുന്നു. പിന്നെ എനിക്കിതാ ഈ പൂവൊക്കെ പറിച്ചു തന്ന്. അവിടെ പട്ടിയൊക്കെ ഉള്ളതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എവിടെ നിന്നാണ് പിള്ളേർ പഠിച്ചുകൊണ്ട് വന്നതെന്ന്. എന്തായാലും എനിക്ക് പൂ കിട്ടിയതിൻ്റെ സന്തോഷം ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഫോട്ടോസോ വീഡിയോസോ എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാനും വീഡിയോ എടുത്തു, പിന്നെ അവളുടെ കൂടെയും വീഡിയോ എടുത്തു. പിന്നെ വൈകുന്നേരം ആവാറായതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.